ചരിത്രത്തിലാദ്യമായി ഒരു പ്രതിപക്ഷ നേതാവിനോട് നിരന്തരം ശല്യക്കാരനായ വ്യവഹാരിയായി സർക്കാരിന്റെ നല്ല കാര്യങ്ങളെല്ലാം എതിർത്ത് കോടതി വന്നപ്പോൾ അവസാനം കോടതി ചോദിക്കുകയാണ്, നിങ്ങൾ ആളാകാൻ വന്നതാണോ, നിങ്ങൾക്ക് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ, നാലാൾ അറിയാനായി ഈ കോപ്രായങ്ങൾ കാണിക്കുകയാണോ എന്ന് കോടതി ചോദിക്കുകയാണ്. ഇതിനേക്കാൾ ഒരു അപമാനം ഒരു പ്രതിപക്ഷ നേതാവിന് വരാനില്ല. പക്ഷെ അദ്ദേഹം അതൊന്നും കൂസാതെ പുതിയ കളവും കള്ളത്തരങ്ങളുമായി ഇപ്പോ ജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ആർക്കും ഉണ്ടാവാം. ഇപ്പൊ കല്ലറയിൽ എത്ര പാർട്ടിയിൽപ്പെട്ടവരുണ്ടാവും, വാമനപുരത്ത്, അതൊക്കെ സ്വാഭാവികം. നമ്മുടെ ജനാധിപത്യം അങ്ങനെയാണ്. പക്ഷെ ഏത് പാർട്ടിയിൽപ്പെട്ടയാളായാലും നാട്ടിലൊരു നല്ല കാര്യം ഉണ്ടായാൽ അത് അംഗീകരിക്കില്ലേ? ഇപ്പൊ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാതായി, നല്ല കാര്യമല്ലേ? പഴയ പോലെ പവർ കട്ട് തിരിച്ചു വരണേ എന്നാരെങ്കിലും പറയും? ഒരു കോൺഗ്രസ്സുകാരനും പറയില്ല. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടുന്നു, നല്ല കാര്യമില്ലേ? അതെല്ലാവരും സ്വീകരിക്കില്ലേ? പെൻഷൻ മുടങ്ങുന്നില്ല, UDF-ന്റെ കാലത്ത് അതുപോലെ പെൻഷൻ മുടങ്ങണേ എന്നാരെങ്കിലും പറയൂ? ഒരു സാധ്യതയുമില്ല. നല്ല കാര്യങ്ങളെ അംഗീകരിക്കാൻ എല്ലാ നല്ല മനുഷ്യരും തയ്യാറാവും, രാഷ്ട്രീയം പ്രശ്നമല്ല. എന്നാൽ എല്ലാ നല്ല കാര്യങ്ങളെയും എതിർക്കുന്ന നന്മയുടെ ശത്രുവായി പ്രതിപക്ഷ നേതാവ് മാറുന്നു. ഇങ്ങനെ അപൂർവം ആളുകളെ ഉണ്ടാവും, അധികം ആളുകൾ ഉണ്ടാവില്ല. നന്മയുടെ ശത്രുവായി ഒരു മുന്നണിയുടെ നേതൃത്വം പ്രതിപക്ഷം മാറുകയാണ്. ഇപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഞാൻ ഓർമ്മിക്കുന്നു, ആസാമിന്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്ര നദിയാണ്. ചൈനയുടെ ശാപം എന്ന് പറഞ്ഞാൽ ഹ്വാങ്ഹോ നദിയാണ്. അമേരിക്കയുടെ ശാപം എന്ന് പറഞ്ഞാൽ മിസിസിപ്പി നദിയാണ്. കേരളത്തിന്റെ ശാപം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പ്രതിപക്ഷമാണ്, കോൺഗ്രസ് ആണ്, UDF ആണ്.